അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തഹ്ഖീഖുൽ മത്ലബ് എന്ന ആധുനിക കാലത്തെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതും വളരെ പ്രശസ്തവുമായിട്ടുള്ള ഉസൂലുൽ ഫിഖ്ഹ് പരിചയപ്പെടുത്തുന്ന ഗ്രന്ഥത്തെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ആധികാരിക പണ്ഡിതനും അനേകായിരം ശിഷ്യഗണങ്ങളെ വാർത്തെടുത്ത മഹൽ വ്യക്തിത്വവുമായ ഷെയ്ഖുന മുഹയ്യിസുന്ന പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാരുടെ കരങ്ങളാൽ രചിക്കപ്പെട്ട പ്രഗത്ഭ ഗ്രന്ഥമാണ് തഹ്ഖീഖുൽ മത്ലബ് എന്ന് പറയുന്നത്. ഈ ഗ്രന്ഥം ഈ കാലഘട്ടത്തിൽ മഹാനവറുകൾ കൊണ്ടുവരാനുള്ള കാരണം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ ഈ ഗ്രന്ഥത്തിന് എന്നുള്ളതാണ്. കാരണം പുത്തൻവാദികളും അതല്ലെങ്കിൽ തങ്ങളാണ് അഹ്ലുസുന്ന എന്നൊക്കെ വാദിക്കുന്ന ഒരുപാട് ആളുകൾ തെറ്റായ രീതിയിൽ ഖുർആനെയും അഹ്ലുസുന്നയുടെ ആശയാദർശങ്ങളെയും ഗ്രന്ഥങ്ങളെയും ഫിഖ്ഹി ഗ്രന്ഥങ്ങളെയൊക്കെ വളച്ചൊടിച്ചുകൊണ്ട് വ്യാഖ്യാനിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എവിടെ നിന്നാണ് നമ്മൾ തെളിവുകൾ എടുക്കേണ്ടത്, ഏത് രീതിയെയാണ് നാം ആധികാരികമാക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ നമുക്ക് ഇത്തരം ഗ്രന്ഥങ്ങൾ സഹായിക്കും. അതിലേക്ക് ഉള്ള ഒരു ഗ്രന്ഥം, അത്തരത്തിലുള്ള ഒരു ഗ്രന്ഥം മാത്രമാണ് ഷെയ്ഖുന ഉസ്താദ് അവറുകളുടെ തഹ്ഖീഖുൽ മത്ലബ് എന്ന് പറയുന്നത്. ഖുർആനിൽ നിന്നും ഒക്കെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനങ്ങൾ നടത്തുമ്പോൾ അതിൻ്റെ പ്രഗത്ഭരായ അയിമ്മത്തുകൾ എന്ത് പറഞ്ഞു ഒരു വിഷയത്തെക്കുറിച്ച് എന്ന് മനസ്സിലാക്കി തരുമ്പോൾ അത് ശരിക്ക് ആധികാരികമായി എടുത്ത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കാത്ത ഒരു സമൂഹം, അവർ കേവലം ഇമാമിങ്ങളല്ലേ, അവർ പറയുന്നത് നമ്മൾ എന്തടിസ്ഥാനത്തിലാണ് ഖുർആൻ മാറ്റിവെച്ച് നമ്മൾ അത് എടുക്കേണ്ടത് സ്വീകരിക്കേണ്ടത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ സാധാരണ ജനങ്ങളുടെ മനസ്സിനെ തകർക്കുന്ന രീതിയിൽ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ എന്താണ് ഫിഖ്ഹ്, എന്താണ് കർമ്മശാസ്ത്രം എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തത ഈ കാലഘട്ടത്തിൽ വളരെ ആധികാരികമാണ്, ആവശ്യമാണ്. അപ്പോൾ ഒരു മദ്ഹബുണ്ടെങ്കിൽ ഒരു മദ്ഹബിന് തീർച്ചയായിട്ടും ഒരു ഉസൂലുണ്ടാകും. എങ്ങനെയാണ് ആ ഉസൂലുകൾ കടന്നു വരുന്നത്? മുജ്തഹിദും മുത്ലഖും മുസ്തഖില്ലുമായ പണ്ഡിതന്മാർ അവർ വ്യക്തമാക്കി തന്നിട്ടുള്ള ഒരു രീതിയാണ് ഉസൂലുകൾ എന്ന് പറയുന്നത്. ഇതെവിടുന്ന് അവർക്ക് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഖൈറുൽ ഖുറൂനി ഖർനി സുമല്ലദീന യലൂനക്കും എന്ന് പറയുന്ന മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ പറഞ്ഞതായിട്ടുള്ള എല്ലാ കർണുകളിലും പെട്ട ആളുകളാണ് ഇവർ. അവർ നൽകിയിട്ടുള്ള ഉസൂലുകൾ അടിസ്ഥാനത്തിലാണ് ഫിഖ്ഹ് പൂർണ്ണമായും ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതനുസരിച്ച് നമ്മൾ ഫിഖ്ഹി ഗ്രന്ഥങ്ങൾ അനുസരിച്ച് നമ്മൾ ഇബാദത്തുകൾ ചെയ്യുമ്പോൾ ഒരിക്കലും അത് ഖുർആനിന് എതിരാകില്ല എന്നുള്ളതാണ് അടിസ്ഥാനമായിട്ടുള്ള കാര്യം. ഈ തഹ്ഖീഖുൽ മത്ലബിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ എങ്ങനെയാണ് ഈ തഹ്ഖീഖുൽ മത്ലബ് ഈ കാലഘട്ടത്തിൽ ആധികാരിക ഗ്രന്ഥമായത് എന്ന് വളരെയധികം നമ്മൾ നോട്ട് ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു രീതിയിൽ ഉസൂലുകൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഗ്രന്ഥങ്ങളിലേക്ക് ഫിഖ്ഹി കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലേക്ക് കയറണം. അപ്പോൾ നമുക്ക് മനസ്സിലാകും കേവലം പണ്ഡിതന്മാർ വെറുതെ പറഞ്ഞിട്ടതല്ല വിഷയങ്ങളൊന്നും. അവർ അടിസ്ഥാനമാക്കിയത് എന്താണ് എന്നും അവരിതൊക്കെ പറയാനുള്ള കാരണം എന്താണ് എന്നൊക്കെ വളരെ വ്യക്തമായി നമ്മൾ പഠിക്കണമെങ്കിൽ ഉസൂലുകളെക്കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട്. അതിലേക്ക് ഏറ്റവും നല്ല എത്തിനോട്ടം നടത്തുന്ന ഗ്രന്ഥമാണ് തഹ്ഖീഖുൽ മത്ലബ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ പണ്ഡിതന്മാരെ എതിർത്തുകൊണ്ട് സ്വയം ഖുർആനിലേക്കും മറ്റും പോകുന്ന ആളുകൾക്ക് ഈ ഉസൂലുകൾ പഠിച്ചാൽ നമുക്ക് വളരെയധികം വ്യക്തമാകും ഫിഖ്ഹി ഗ്രന്ഥങ്ങൾ
ഈ ഉസൂലുകളുടെ അടിസ്ഥാനത്തിലാക്കിയിട്ടാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മഹാനവർകൾ ഷെയ്ഖുന പൊന്മള ഉസ്താദ് അവർകൾ ഈ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി പറയുന്ന വിഷയങ്ങളാണ്. ഇപ്പോൾ ഈ സ്വഹീഹ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിഖഹിൻ്റെ ഗ്രന്ഥങ്ങളിൽ മൊത്തം കാണാൻ സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്വഹീഹ്, അതുപോലെ തന്നെ അസ്വഹ്, ഇത്തരത്തിലുള്ള അൽഹറൊക്കെ പറയുന്ന ഒരുപാട് ഇസ്തിലാഹുകൾ. ഈ ഇസ്തിലാഹുകൾ എന്ത് എന്ന് വളരെയധികം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ഇസ്തിലാഹുകളെ കുറിച്ചൊക്കെ വളരെയധികം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും. ഇബ്നു ഹജർ തങ്ങളുടെ, അതല്ലെങ്കിൽ ഷാഫി ഇമാം, ഇവരുടെയൊക്കെ ഗ്രന്ഥങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് എങ്ങനെ, അവിടുന്ന് അങ്ങോട്ട് നമ്മൾ മറ്റ് ഗ്രന്ഥങ്ങളിലേക്കും പണ്ഡിതന്മാരിലേക്കും എത്തുന്നത് എങ്ങനെ, അതിലൂടെ നമ്മൾ ഖുർആനിലേക്കും മുത്തനബിതങ്ങളിലേക്കും എത്തുന്നത് എങ്ങനെ എന്നുള്ള റൂട്ടാണ് തഹ്ഖീഖുൽ മത്ലബ് എന്ന ഗ്രന്ഥം നമുക്ക് കാണിച്ചു തരുന്നത്. ഇപ്പോൾ റംലി ഇമാമും അതുപോലെ തന്നെ ഇബ്നു ഹജർ തങ്ങളൊക്കെ അഭിപ്രായ വ്യത്യാസം വരുന്ന സാഹചര്യത്തിൽ ഏതെടുക്കണം എന്ന് ഫിഖഹിൻ്റെ ലോകം അത്രയും വിശാലമാണ്. നമ്മൾ നേരിട്ടൊരു കർമ്മശാസ്ത്ര ഗ്രന്ഥം എടുത്ത് നോക്കിയാൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് ഖിലാഫുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് റംലി ഇമാം, ഇബ്നു ഹജർ തങ്ങളൊക്കെ ഖിലാഫാകുന്ന സാഹചര്യത്തിൽ നാം ഏതെടുക്കണം ചോദ്യമാണ്. നമ്മൾ ഒറ്റടിക്ക് ഖുർആനിലേക്ക് പോകരുതെന്ന് പറയുമ്പോൾ, നമ്മൾ ഫിഖഹ് ഗ്രന്ഥങ്ങളിലേക്ക് പോകണമെന്നും പറയുമ്പോൾ അവർ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് നമ്മൾ എങ്ങനെ മറുപടി നൽകണം എന്നുകൂടി ഈ തഹ്ഖീഖുൽ മത്ലബ് എന്ന ഗ്രന്ഥം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഗ്രന്ഥം ഈ ഒരു ആധുനിക ലോകത്ത് ഇത്രമാത്രം സ്വീകാര്യത അർഹിക്കുന്നതിന് കാരണമായത് ഈ ഒരു സാഹചര്യം കൂടി മാത്രമാണ്. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫിഖഹി കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളെ ആധികാരികമാക്കി മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുന്നതിനുള്ള കാരണം എന്താണ്, നമ്മുടെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഈ ഒരു കാരണം പറയാനുള്ള കാരണം എന്താണ് എന്നൊക്കെ വളരെ വ്യക്തമായി അറിയുന്ന ആളാണ് മുസന്നിഫ് ഷെയ്ഖുന പൊന്മള ഉസ്താദ് അവർകളെ. അപ്പോൾ മഹാനവർകളെ കിതാബിലുടനീളം ആ ചോദ്യങ്ങളെ മൊത്തം എന്തുകൊണ്ട് നമ്മൾ ഇതിലേക്ക് കടക്കുന്നു, എന്തുകൊണ്ട് നമ്മൾ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ആധികാരികമാക്കുന്നു എന്നുള്ള ചോദ്യങ്ങളെ മുഴുവൻ അസ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ് മഹാനവർകൾ ഈ ഗ്രന്ഥം മുഴുവൻ രചിച്ച് ഈ ഗ്രന്ഥത്തിലുടനീളം വ്യക്തമാക്കിയുള്ള ഓരോ ഉസൂലുകളും അത് പഠിക്കുന്നതോടുകൂടി പറഞ്ഞു വരുന്നത് തഹ്ഖീഖുൽ മത്ലബ് പോലുള്ള ഉസൂലിൻ്റെ ഗ്രന്ഥങ്ങൾ പഠിക്കുന്നതോടുകൂടി നമ്മൾ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലേക്കുള്ള ഒരു അത് നോക്കാനുള്ള, നമ്മൾ അത് നോക്കി വിഷയങ്ങൾ മനസ്സിലാക്കാനുള്ള യോഗ്യരായി മാറുകയാണ്. ഈ ഒരു യോഗ്യത നമുക്ക് നൽകുന്നത് ഈ തഹ്ഖീഖുൽ മത്ലബ് പോലത്തെ ഉസൂലിൻ്റെ ഗ്രന്ഥങ്ങളാണ്. ഇതിലൂടെ നമ്മൾ ഖുർആനിലേക്കും ആ ഒരു റൂട്ട് ഏറ്റവും നല്ല ഖുർആനിലേക്ക് എത്തുന്നതായിട്ടുള്ള ഈ ഒരു റൂട്ട് സ്വീകരിക്കാൻ ഈ കാലഘട്ടത്തിലെ ജനത വളരെയധികം ആവശ്യമാണ്. ജനത അതിന് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ കാലഘട്ടത്തിലെ തന്നെ ഷെയ്ഖായിട്ടുള്ള മഹാനവർകൾ ഈ ഗ്രന്ഥം രചിച്ചിട്ടുള്ളത്. മഹാനവർകൾ ഷാഫി ഇമാമിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ നിന്ന് ദ്വാരുന്നുകൊണ്ടാണ് അവിടുന്നാണ് ഈ ഗ്രന്ഥത്തിൻ്റെ സ്റ്റാർട്ടിങ് എന്നൊക്കെ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അത്തരത്തിൽ മഹാനതരന്മാരായിട്ടുള്ള ഷാഫി ഇമാമിനെ പോലത്തെ പണ്ഡിതന്മാരുടെ പൊരുത്തവും ഗുരുത്വവും ലഭിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ഗ്രന്ഥം നമുക്ക് മുന്നിൽ വെച്ച് നീട്ടുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതൊക്കെ പഠിച്ച് മനസ്സിലാക്കി ഉസൂലുൽ ഫിഖ്ഹുകൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലേക്ക് നമ്മുടെ ഗവേഷണങ്ങൾ മാറ്റി സ്ഥാപിക്കണം എന്ന് മാത്രം ഈ അവസരത്തിൽ ഉണർത്തിക്കൊണ്ട് ഈ തഹ്ഖീഖുൽ മത്ലബ് എന്ന ഗ്രന്ഥം നമ്മോട് സൂചിപ്പിക്കുന്നതും ഇത്രമാത്രമാണെന്ന് ഉണർത്തിക്കൊണ്ട് വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.